പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 9ാം ഉത്സവത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ചോറയറുണ്ട്. ചോറയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിൽ എല്ലാ വർഷവും 9ാം ഉത്സവത്തിൻ്റെ അന്ന് ചോറയർ എന്ന് പറയുന്നൊരു ചടങ്ങുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ആഹാരം കഴിച്ചിട്ട് അത് എറിയുന്ന ഒരു ചടങ്ങാണ് എല്ലാ പ്രാവശ്യവും 9ാം ഉത്സവത്തിൻ്റെ അന്ന് നടക്കുന്ന ആ ഒരു പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചോറ് വാരി എറിയുന്ന ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കോവിലിൽ ശ്രീകൃഷ്ണനെ കാണാതെ വരികയും തിരുമേനി തിരക്കി ഇറങ്ങുകയും തിരക്കി നടക്കുന്ന വഴിക്ക് നമ്മുടെ നാടകശാല ഊട്ടുപുരയിൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ആഹാരം വിളമ്പുന്നതും അതുപോലെ തന്നെ ആ മണിക്കിണറിൻ്റെ മുകളിലിരുന്ന് കാണുന്നതും ഒക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നും 9ാം ഉത്സവത്തിൻ്റെ അന്ന് ചോററിയൽ എന്ന് പറയുന്നൊരു ആചാരം നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോറേറിൻ്റെ ആ സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുവാണ്. ഇവിടെ കുറച്ച് തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. പുറത്തുനിന്ന് ആൾക്കാരെ കയറ്റി ഇരുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തർക്കങ്ങൾ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് സമയം വൈകി. അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവർ ഇലയിട്ട് തുടങ്ങി. എല്ലാം സദ്യക്കുള്ളതെല്ലാം വിളമ്പി തുടങ്ങി കേട്ടോ. അപ്പം കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കുറേ സമയം പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇലയിടൽ തുടങ്ങിയത് തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടും ലാസ്റ്റ് അവസാനം ഓരോ ഭാഗത്തായിട്ട് ഇലയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇലയിട്ട് ഓരോരോ കറികൾ ഓരോരുത്തരായിട്ട് വിളമ്പിയാണ് അടുത്ത പരിപാടി നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഏരിയ മുഴുവൻ ഇരിക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അത് പുറത്തുനിന്ന്, എനിക്ക് തോന്നുന്നു പുറത്തുനിന്നായിരിക്കും ഇങ്ങനെ ആളുകളെ വിളിച്ച് ആഹാരം കൊടുക്കുന്നതൊക്കെ കേട്ടോ. എനിക്കറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് കുറച്ച് ഈ ഇടുക്ക് വഴിയിലും കുറച്ച് കാട്ടിലൊക്കെ കയറിയാണ് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്.
കാരണം അഴുക്കൊക്കെ ആയിരുന്നു താഴെയൊക്കെ. അന്നേരം നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിവിടെ കയറി നിന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഇത് അമ്പലത്തിന് കുറച്ച് ആ ഊട്ടുപുരയ്ക്ക് കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന സ്ഥലത്തിൻ്റെ പുറകുവശ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങോട്ടും ഇലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ കറികൾ വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കറികളായിരുന്നു ഇവിടെ അതിനകത്ത് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും, അതായത് ചക്ക അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം ആയിട്ട് കാണുമായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഉപ്പ് വിളമ്പി, ഉപ്പ് അതുപോലെ തന്നെ ശർക്കര പുരട്ടി, ചിപ്സ്, അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും മിസ് ചെയ്യാതെ അവർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ചക്കയൊക്കെ വിളമ്പുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൽക്കണ്ടം, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ ഓരോരോ പൊരി സാധനങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വിളമ്പുന്ന സാധാരണ നമ്മൾ പാത്രത്തിലാണ് എല്ലാം വിളമ്പുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഓരോ വാഴ ഒരു ഷേപ്പിലാക്കിയിട്ട് അതിനകത്താണ് കറികളെല്ലാം വെച്ചുകൊണ്ട് ഇവരിങ്ങനെ വിളമ്പിയെടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഓരോരോ കറികൾ വിളമ്പി ഇലയ്ക്കകത്ത് സ്ഥലമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെ വിളമ്പിക്കൊണ്ട് വരുകയായിരുന്നു. അതുപോലെ തന്നെ മാങ്ങ, ഏതൊക്കെ കറികളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും കറികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം വിളമ്പാനും ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ ഇനത്തിൽ ഈ ഇലയിലാണ് ഒരു കൂടാരം പോലെ ആക്കി ഒരു ഇലയിലാണ് ഇവർ വിളമ്പിക്കൊണ്ട് വന്നിരുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ സൈഡിലിരുന്നത് കുറച്ച് കൊച്ചുകുട്ടികളൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ വെള്ളം, അപ്പം ഈ ചോറ് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓരോരുത്തർ പ്രാണത്തിൽ ചോറ് കഴിച്ച് എങ്ങനെയെങ്കിലും ഓടാനുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. കാരണം ഞാനിതിനു മുമ്പ് ഇതൊന്നും വന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണാൻ വരുന്നതും. അപ്പം ചോറ് എറിയൽ കാണാൻ വരുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ എറിയൽ വീഴുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് ഈ വീഡിയോയുടെ ബാലൻസ് ആയിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ എവിടം വരെ എത്തി, ചോറ് എറിയൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തോരനൊക്കെ ഏതായാലും ഒരു ചട്ടിയിലൊക്കെയാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നവർ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഈ ഇലയ്ക്കകത്ത് തന്നെയാണ് അവരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. തോരൻ, അവിയൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഈ ചെറിയ ഇലക്കൂടാരത്തിനകത്താണ് ഓരോരോ കറികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പപ്പടം വന്നു. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പം അവർ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഈ ചട്ടിയിലും മൺകലത്തിലും ഈ മോരുകറി, സാമ്പാർ, അതൊക്കെ നമ്മുടെ ഈ മൺകലത്തിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ടോ, ഈ മൺകലത്തിലാണ് പായസം ആകട്ടെ. പിന്നെ നമ്മുടെ പപ്പടം ഈ ഒരു വലിയൊരു കൊട്ടയ്ക്കകത്താണ്. പിന്നെ ചോറ് കൊണ്ടുവന്നത് ചെറിയ കോരിയില്ലേ, ഈ നമ്മുടെ മുളയുടെ കോരി തന്നെയാണ് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കറികളെല്ലാം വിളമ്പി, ഇനി ചോറ് വിളമ്പിയാൽ മതി. അതുപോലെ തന്നെ പരിപ്പ്, സാമ്പാർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മതി. കുറേശ്ശെ ആയിട്ട് ഇത്രയും പേർക്കായിട്ട് വിളമ്പി അവർ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് സൈഡിലായിട്ട് കുറേ ആൾക്കാരിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ ഇനി നമുക്കിത് കഴിക്കുമോ, പുറത്ത് കുറേ പേര് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണോ കൊടുക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ചോദിച്ചപ്പം ഇനി അവർ കഴിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കറിയത്തില്ല അതിനെപ്പറ്റി. ഇഷ്ടംപോലെ ആളായിരുന്നു അമ്പലത്തിനകത്ത് ഇഷ്ടംപോലെ ആളെന്ന് പറഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല, അത്രയ്ക്ക് ആളായിരുന്നു. കാരണം ഇന്ന് 9ാം ഉത്സവം, നാളെ 10ാം ഉത്സവം, ആറാട്ടാണ്. അപ്പം ഇതാണെങ്കിൽ നാളത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പം കുറേ നേരത്തെ സംഘർഷത്തിന് ശേഷമൊക്കെയാണ് കേട്ടോ ഈ ഇലകൾ തന്നെ എടുത്തിട്ട് അവർ ഊണ് കഴിക്കാനായിട്ട് തുടങ്ങിയതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഊണ് കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് അടുത്തുള്ള കുറച്ച് നാട്ടുകാരെയൊക്കെ നമ്മളിങ്ങനെ എനിക്കൊന്ന് എറിയാൻ വേണ്ടിയിട്ടോ വല്ലതും ആയിരിക്കും, നമുക്കറിയത്തില്ല. കുറച്ച് പേരെയൊക്കെ കയറ്റി ആഹാരം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കഴിക്കാൻ തുടങ്ങുന്നതിന്, ചോറ് വിളമ്പുന്നതിന് കുറച്ച് നിമിഷമാണിത് കേട്ടോ. ഇപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പുഞ്ച അരിയാണ് ഇവിടെ വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറായിട്ട് വിളമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പം ഊണ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഇവർ ചോറൊക്കെ കഴിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
ചോറെറിയൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല സ്പീഡിലാണ് ചോറൊക്കെ കഴിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പരിപ്പാണ് കേട്ടോ വിളമ്പുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെയ്യും വിളമ്പുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ സാമ്പാർ. പെട്ടെന്ന് എല്ലാം വിളമ്പി അവർ കഴിക്കുന്ന ആ ഒരു ദൃശ്യമാണ് കേട്ടോ ഇതെല്ലാവേ. അപ്പം അത് കഴിഞ്ഞ് ഓരോരുത്തർക്കും കൊടുത്ത് വരുന്ന ഒരു ഇതാണ് കാണുന്നത്. അങ്ങനെ ചോറേറൊക്കെ കഴിഞ്ഞതേ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി വലിയ ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ചോറേറയിലൊക്കെ കഴിഞ്ഞു. മഹാലക്ഷ്മി വിളങ്ങിടുന്നേ അമ്പലപ്പുഴയിൽ വാഴും തമ്പൂരാന മുന്നിക്കണ്ണ ദോഷം തീർത്തു കാത്തു കൊള്ളാൻ കൊണ്ടിടുന്നിടാ വൻപോരുന്നൊരര ജന്മ ദേവനാരായണന്മാർ ഇമ്പമാർന്ന രഘുകുണ്ട ചെമ്പക നാട്ടിൽ പാരിലങ്ങും പേരുകേട്ട നിത്യമാമി ക്ഷേത്രം തന്നെ ഹരിചോടു നടവുറ്റ ഉത്സവത്തിങ്കൽ ഇന്നൊരു നാൾ യോഗീന്ദ്രനാം മംഗലം സ്വാമിയ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ പായസം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 90 രൂപയായിരുന്നു ഈ പായസത്തിന്. അപ്പോൾ ഞങ്ങൾ അതും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പായസം കുടിക്കുവാണ് കേട്ടോ. ഇത് അമ്പലപ്പുഴ അമ്പലത്തിലെ പായസമല്ല കേട്ടോ, ഇത് അവിടെ വിൽക്കാൻ വെച്ചിരുന്ന പായസമാണ് ഒരു കടയിൽ. അപ്പോൾ അത് ഞങ്ങൾ മേടിച്ചാണ്. ഉച്ച സമയത്ത് നല്ല പോലെ വിശന്ന് വലഞ്ഞു. കാരണം ചോറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നിറച്ച ആളായിരുന്നു. നമുക്ക് നിന്ന് ചോറ് മേടിച്ച് കഴിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. ഏകദേശം 4 മണിയോളം ആകും. ഇപ്പോൾ തന്നെ ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങുമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ആറാട്ടിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.